വെൽക്കം ബാക്ക് ടു സ്പോർട്സ് പീഡിയ. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്ത്യ വേഴ്സസ് ഉസ്ബെക്കിസ്ഥാൻ മത്സരത്തെ കുറിച്ചാണ്. നമ്മൾ ഈ ഒരു മത്സരത്തിന് മുമ്പ് ഒരു മാച്ച് പ്രിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാച്ച് പ്രിവ്യൂവിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ ഓസ്ട്രേലിയയുമായിട്ട് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭയക്കേണ്ടത് ഉസ്ബെക്കിസ്ഥാനെതിരെ കളിക്കുമ്പോഴാണ് എന്നുള്ളതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഉസ്ബെക്കിസ്ഥാൻ ഇപ്പോൾ അവരുടെ കളികൾ അവസാനത്തെ കുറച്ച് കളികൾ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നമ്മളൊരു എക്സ്പെക്ട് ചെയ്യാത്ത റിസൾട്ട്, അതല്ലെങ്കിൽ ഒരു വലിയൊരു മാർജിന്റെ ഒരു ഗോൾ വ്യത്യാസത്തിലൊക്കെ നമ്മൾ പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ അവർ 68ാം സ്ഥാനത്താണ് അവരുടെ ഫിഫ റാങ്ക് എന്നിരുന്നാൽ കൂടെ. സോ അത് അതുപോലെ തന്നെ നടന്നു. നമ്മൾ 3-0 എന്ന ഒരു സ്കോറിന് പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ ഒരു കളിക്ക് മുമ്പ് നടന്ന ആ ഒരു പ്രസ് കോൺഫറൻസിൽ നമ്മുടെ ഇഗോർ സ്റ്റിമാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ അടുത്ത ഉസ്ബെക്കിസ്ഥാനുമായിട്ടുള്ള കളിയിൽ നമ്മളൊരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുക, അതുപോലെ തന്നെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില താരങ്ങളുടെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മഹേഷ് സിംഗ് അദ്ദേഹത്തിന് ആദ്യത്തെ 11 ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് 11 തന്നെ ഉൾപ്പെടുത്തണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇറക്കി ഒരു 85ാം മിനിറ്റിലൊക്കെയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ഓസ്ട്രേലിയക്കെതിരെയുള്ള ആ ഒരു കളിയിൽ ഇറക്കിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ അദ്ദേഹത്തെ ഈ ഒരു 11ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തുടക്കത്തിൽ തന്നെ ആ ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിലോട്ട് പോയതാണ് നമുക്ക് വിനയായത്. കാരണം നമ്മുടെ മിഡ്ഫീൽഡും അതുപോലെ തന്നെ ഫോർവേഡ് വളരെയധികം മുന്നോട്ട് പോയി അറ്റാക്കിങ്ങിലോട്ട് ആ ഒരു പോയ സമയത്ത് നമ്മുടെ ആ ഒരു ഡിഫൻസീവില് ഒരുപാട് സ്പേസ് വരികയും ഉസ്ബെക്കിസ്ഥാൻ താരങ്ങൾ ആ ഒരു സ്പേസ് മുതലെടുത്ത് നമുക്ക് തുടക്കത്തിൽ തന്നെ ആ ഒരു 4ാം മിനിറ്റ് തന്നെ നമുക്ക് അവർ ഗോൾ അടിച്ച് ഒരു 1-0 ഒരു ലീഡ് അവർ ഉയർത്തുകയും പിന്നീട് ഒരു 8ാം മിനിറ്റിൽ ആയപ്പോൾ വീണ്ടും ഒരു 2ാമത്തെ ഗോൾ അവർ അടിക്കുകയും അങ്ങനെ 2 ഗോളിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ നേടിയത് നമുക്ക് വലിയ ഒരു സമ്മർദ്ദമായി. പിന്നീട് കളി നമ്മുടെ കൈവശം കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് പാടുപെടുന്നതായിട്ട് നമ്മൾ കണ്ടു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പായിട്ട് 3 ഗോളുകൾ നമ്മൾ കൺസീഡ് ചെയ്തു. അങ്ങനെ അതിനുശേഷം പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ നമുക്കറിയാം അവിടെ നമ്മുടെ KL രാഹുലിനെ അദ്ദേഹം ഗോർസിമാക്ക് ഇറക്കി തുടക്കത്തിൽ തന്നെ. അതിനുശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ സുനിൽ ഛേത്രി പിൻവലിച്ച് ഇഷാൻ പണ്ഡിതിനെ ഇറക്കി. സോ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അതുപോലെ തന്നെ ബോൾ പൊസിഷനിലൊക്കെ നമുക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ ഈ പറയുന്ന പോലെ പാസിന്റെ കാര്യങ്ങളാണെങ്കിൽ അക്യുറസിന്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമുക്കാണ് കൂടുതൽ വാല്യൂസ് ഉള്ളത്. ഈവൻ കോർണർ എടുത്തത് നമ്മൾ 4 കോർണർ എടുത്തു, ഒരു കോർണർ മാത്രമാണ് എടുത്തതെന്ന് തോന്നുന്നു. സോ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ തന്നെ 2 ഗോളുകൾ വഴങ്ങിയതും ആ തുടക്കത്തിൽ തന്നെ അറ്റാക്കിങ്ങിലോട്ട് പോയതുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഒരു അടി സംഭവിച്ചത്. കാരണം ഇഗോർ സ്റ്റിമാക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിലോട്ട് പോയത് എന്നുള്ളത് അറിയില്ല. എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു കളിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 0-0 ഡ്രോ നേടുക, അതല്ലെങ്കിൽ 1-0 ഒരു വിജയം നേടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ടോപ്പ് 11ൽ കളിക്കുന്ന സ്ഥിരമായിട്ട് ആ ഒരു 11ൽ കളിക്കുന്ന മെയിൻ താരങ്ങളായിട്ടുള്ള ഇപ്പൊ സഹൽ പരിക്കാണ്, ഈ പറയുന്ന അൻവർ അലി, അതുപോലെ തന്നെ ആഷിഖ്, ജീക്സൺ, ഈ താരങ്ങളെ ഒന്നുമില്ലാതെയാണ് നമ്മൾ ഉസ്ബെക്കിസ്ഥാനെതിരെ കളിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വരെ നമുക്ക് ബെഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു 65 മുതൽ 70 മിനിറ്റ് വരെയൊക്കെ ഒരു ബാൾ ഹോൾഡ് ചെയ്ത് കൂടുതൽ അറ്റാക്കിന് പോവാതെ പിന്നീട് ഗ്രാജുവലി സെക്കൻഡ് ഹാഫിന് ശേഷമൊക്കെ ഒരു അറ്റാക്കിങ്ങിലോട്ട് പോയി ഒരു 1-0 എങ്ങനെയെങ്കിലും ഒക്കെ സ്കോർ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു 0-0 ഡ്രോ വന്ന് ആ കളി നമ്മുടെ കൈവശം വെക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരാജയത്തോടു കൂടെ നമ്മൾ പുറത്തായി എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോ അടുത്ത കളി സിറിയക്കെതിരെ വിജയിച്ചാൽ കൂടെ നമുക്ക് സാധ്യതയില്ല. കാരണം ഓസ്ട്രേലിയ ഇപ്പോൾ ഓൾറെഡി 2 കളികൾ വിജയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ ഈ ഒരു വിജയത്തോടു കൂടെ അവർക്ക് 4 പോയിന്റ് ആയി. സോ അതാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് ഇപ്പൊ ഈ 2 ടീമുകളും അവര് ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനിലും വന്നതുകൊണ്ട് ഇപ്പൊ ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് അടുത്ത റൗണ്ട്, അതായത് റൗണ്ട് ഓഫ് 16 കിടക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇനിയിപ്പോ നമ്മള്
സിറിയക്കെതിരെ വിജയിച്ചാൽ കൂടെ നമുക്കറിയാം ഒരു 3 പോയിന്റ് നമുക്ക് കിട്ടും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കാരണം സിറിയക്കെതിരെ നമ്മൾക്ക് വിജയിച്ചാൽ കൂടെ അത് വലിയ ഒരു ഗോൾ സ്കോർ, വലിയ ഒരു മാർജിനിൽ വിജയിച്ചാൽ കൂടെ നമുക്ക് കിടക്കാൻ കഴിയില്ല. കാരണം അടുത്ത കളി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനും കളിക്കുന്നുണ്ട്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനെ ഓസ്ട്രേലിയ ഒരു വലിയ മാർജിനിൽ പരാജയപ്പെടുത്തണം. അങ്ങനെ ഒരു വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചാൽ മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത റൗണ്ടിലോട്ട് കടക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ 4-5 ഗ്രൂപ്പുകളിൽ നിന്ന് ടോപ്പ് തേർഡ് പൊസിഷനിൽ വരുന്ന ടീമുകൾ 4 ടീമുകൾക്ക് റൗണ്ട് ഓഫ് 16 കടക്കാൻ കഴിയും. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിനുമുള്ള ചാൻസുകളില്ല. കാരണം ഇന്ത്യ ഇപ്പോൾ ഗോൾ ശരാശരിയിലും വളരെ പുറകിലാണ്. 5 ഗോളുകൾ ഓൾറെഡി കൺസീഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഒരു സംഭവിച്ച ഒരു എനിക്ക് മണ്ടത്തരം എന്ന് തോന്നാനുള്ള കാരണം ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിലോട്ട് പോയതാണ്. നമുക്കറിയാം, നമ്മൾ കിങ്സ് കപ്പിൽ ഇറാഖിനെതിരെ കളിച്ച സമയത്ത് അന്ന് നമ്മൾ ആ ഒരു കളി 2-2 എന്ന ഡ്രോയിൽ വന്ന് പിന്നീട് നമ്മൾ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് പരാജയപ്പെട്ടത്. പക്ഷെ അന്ന് നമുക്കറിയാം, അന്ന് മിഡ്ഫീൽഡ് ആണെങ്കിലും ഫോർവേഡ് ആണെങ്കിലും ഈ പറയുന്ന പോലെ ഡിഫൻസ് ആണെങ്കിലും എല്ലാ മേഖലകളും നന്നായിട്ട് കളിച്ച ഒരു കളിയായിരുന്നു അത്. ഇപ്പോൾ ഇറാഖിനെയും ഉസ്ബെക്കിസ്ഥാനെയും വെച്ച് നോക്കുമ്പോൾ 2 ടീമും ഏകദേശം ഒരു ക്വാളിറ്റിയുള്ള ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. പക്ഷെ അന്ന് നമുക്കറിയാം, ഈ പറയുന്ന മെയിൻ താരങ്ങൾ ടോപ്പ് 11 കളിക്കുന്ന അൻവർ അലിയും അതുപോലെ തന്നെ ജീക്സൺ, സെഹൽ, ആഷിഖ് ഇവരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ താരങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിലോട്ട് നമ്മൾ പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ അടുത്ത കളി സിറിയക്കെതിരെയാണ്. സിറിയക്കെതിരെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ആശ്വാസ വിജയം നേടാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഞാൻ ആ ഒരു സിറിയ വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഓസ്ട്രേലിയ ഒരു ഗോളിന് വിജയിച്ചു. പക്ഷെ സിറിയ അതിമനോഹരമായിട്ട് തന്നെ കളിച്ചു. വളരെ ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം അവരെ കഷ്ടിച്ച് വിജയിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും നല്ല ഒരു ക്വാളിറ്റി ഫുട്ബോളാണ് സിറിയ ഓസ്ട്രേലിയക്കെതിരെ കളിച്ചത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ സിറിയക്കെതിരെ പോയി അടുത്ത കളി കളിക്കുന്ന സമയത്ത് അതിന്റെ ഒരു റിസൾട്ടും അതിന്റെ ഒരു ഇത് എത്രമാത്രമായിരിക്കും എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ഇന്ത്യക്ക് അടുത്ത ഒരു ആശ്വാസ വിജയമെങ്കിലും നേടാനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ, ഗുഡ് ബൈ.